നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്നിവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അതായത് ഒഫൻസസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്ന് നമ്മൾ ഒരുപാട് സെക്ഷനുകൾ പഠിച്ചു. എല്ലാം ഒന്നിച്ച് പഠിക്കുന്നതിനേക്കാൾ നല്ലത് കുറേശ്ശെ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണ് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഓരോ സെഗ്മെൻറ്റും ചെറുതാക്കി വളരെ ഭംഗിയായി തന്നെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ സാധിച്ചു എന്ന വിശ്വാസത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒഫൻസസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്നുള്ള മേഖലയിൽ നിന്നുമുള്ള അവസാനത്തെ ക്ലാസ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ IPC സെക്ഷൻ 376D ആണ്. IPC സെക്ഷൻ 376D ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്ഷൻ 70/1 എന്ന പേരിലാണ്. സെക്ഷൻ 70/1 ആണ്. ഇതെന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഗ്യാങ് റേപ്പ് അഥവാ കൂട്ട ബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വകുപ്പാണ് IPC 376D എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കൂട്ട ബലാത്സംഗം എന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീയെ ഒന്നിലധികം ആളുകൾ ചേർന്ന് അവരുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കുന്ന പ്രക്രിയയാണ് കൂട്ട ബലാത്സംഗം അഥവാ ഗ്യാങ് റേപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ചെയ്യുന്ന ശിക്ഷയ്ക്ക് നൽകുന്നത് 20 വർഷത്തിൽ കുറയാത്ത കഠിന തടവാണ്. 20 വർഷത്തിൽ കുറയാത്ത ഒരു കഠിന തടവും ആ ശിക്ഷ കഴിയുമ്പോൾ ശേഷിക്കുന്ന ജീവിതകാലം എത്രയാണോ അത് ജീവപര്യന്തമായിട്ട് നൽകുന്നു. മാത്രമല്ല പിഴയും ഇവിടെ ചുമത്താറുണ്ട്. ഇങ്ങനെ ചുമത്തപ്പെടുന്ന പിഴ എന്ന് പറയുന്നത് ഇരയ്ക്ക് നൽകുകയും ഇത്തരത്തിൽ നൽകുന്ന തുകയെന്ന് പറയുന്നത് ഇരയുടെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനും പര്യാപ്തമായിരിക്കുകയും വേണം എന്നുള്ള ഒരു നിബന്ധന കൂടി ഇവിടെ ഉണ്ട്. അതാണ് സെക്ഷൻ 376D എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അത് IPC സെക്ഷൻ 376DA ആണ്. IPC സെക്ഷൻ 376(DA ഇത് പ്രതിപാദിക്കുന്നത് പണിഷ്മെൻറ്റ് ഫോർ ഗ്യാങ് റേപ്പ് ഓൺ വുമൺ അണ്ടർ 16 ഇയേഴ്സ് ഓഫ് ഏജ് ആണ്. 16 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് വിധേയമാക്കുന്ന ആ വകുപ്പാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ കൂട്ടബലാത്സംഗത്തിന് വിധേയമാക്കുന്ന വ്യക്തികൾക്കെതിരെ ചുമത്തപ്പെടുന്ന ശിക്ഷയും ശിക്ഷാവിധികളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന വകുപ്പാണ് IPC സെക്ഷൻ 376DA എന്ന് പറയുന്നത്. ഇതൊരു ജാമ്യമില്ലാത്ത വകുപ്പാണ്. ജാമ്യമില്ലാത്ത വകുപ്പ് മാത്രമല്ല 20 വർഷത്തോളം കഠിന തടവ് ലഭിക്കുന്നതാണ്. ആ 20 വർഷത്തെ കഠിന തടവിൻ്റെ കാലാവധി കഴിഞ്ഞാലോ ശേഷിക്കുന്ന കാലം എന്ന് പറയുന്നത് വീണ്ടും ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു ശിക്ഷയും കൂടിയാണ്. പിഴ എന്ന് പറയുന്നത് വളരെ വലിയ പിഴയായിരിക്കും. ഇത്തരം കേസുകളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ചുമത്തുന്നത്. ഈ പിഴ ഇരയ്ക്ക് നൽകുന്നു, ഇരയുടെ പുനരധിവാസത്തിന് നൽകുന്നു. ഇരയുടെ പുനരധിവാസത്തിന് പര്യാപ്തമായൊരു തുകയായിരിക്കും ഇവിടെ ചുമത്തപ്പെടുന്ന തുകയും. ഇനി നമുക്ക് IPC സെക്ഷൻ 376DB എന്ന വകുപ്പിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. IPC സെക്ഷൻ 376DB എന്ന് പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ ഗ്യാങ് റേപ്പ് ഓൺ വുമൺ അണ്ടർ 12 ഇയേഴ്സ് ഓഫ് ഏജ്, അതായത് 12 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ച് ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കുന്ന വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന ശിക്ഷാ നടപടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് IPC സെക്ഷൻ 376(DB എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോക്കിയാൽ ഇതൊക്കെ മുൻപ് നമ്മൾ പറഞ്ഞ IPC സെക്ഷൻ 376DAയും അതേപോലെ ഇപ്പോൾ പറഞ്ഞ IPC സെക്ഷൻ 376DBയും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഭാരതീയ ന്യായ സംഹിത എന്ന ഒരു പേര് നമ്മൾ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ IPC സെക്ഷൻ 376DAയും IPC സെക്ഷൻ 376DBയും അതിനെ കോമൺ ആയിട്ട് ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്ഷൻ 70(2) എന്ന പേരിലാണ്. സെക്ഷൻ 70 എന്ന പേരിലാണ്. ഇത് പ്രതിപാദിക്കുന്നത് 18 വയസ്സിൽ താഴെ പ്രായമുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്ന വ്യക്തികൾക്ക് നേരെയുള്ള ശിക്ഷാവിധികളെക്കുറിച്ചാണ് പറയുന്നത്. അത് പ്രതിപാദിക്കുന്നത് ഇപ്രകാരമാണ്: പണിഷ്മെൻറ്റ് ഫോർ ഗ്യാങ് റേപ്പ് ഓൺ വുമൺ അണ്ടർ 18 ഇയേഴ്സ് ഓഫ് ഏജ്. പണിഷ്മെൻറ്റ് ഫോർ ഗ്യാങ് റേപ്പ് ഓഫ് വുമൺ അണ്ടർ 18 ഇയേഴ്സ് ഓഫ് ഏജ് ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതായത് ജീവപര്യന്തം തടവും പിഴയും പിന്നെ ഇരയുടെ പുനരധിവാസത്തിന് പര്യാപ്തമാകുന്ന തുക ഇവരിൽ നിന്നും പിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെയുള്ളത്. ഇത് IPC സെക്ഷൻ 376DBയിലും DAയിലും പറയുന്നതാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇത് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 70(2)ലാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
IPC സെക്ഷൻ 376E ആണുള്ളത്. IPC സെക്ഷൻ 376E എന്തിനെ പറ്റിയാണ് പറയുന്നത്? അത് ഭാരതീയ ന്യായ സംഹിതയിലാണെങ്കിൽ സെക്ഷൻ 71 അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 71 ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. ഇവിടെ പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ റിപ്പീറ്റ് ഒഫൻഡേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് സ്ഥിരമായിട്ട് ഇതേ കുറ്റം ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്ന ആൾക്കാർ കാണും. നമ്മൾ ഇത്രയും നേരം പഠിച്ച ഇത്തരത്തിലുള്ള റേപ്പ്, ഗ്യാങ് റേപ്പ് മുതലായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ശിക്ഷ കൊടുക്കുന്നു. ആ ശിക്ഷ കഴിയുമ്പോഴോ ശിക്ഷാ കാലാവധിയുടെ ഇടയിലോ പുറത്തിറങ്ങുന്ന ഇതേ വ്യക്തികൾ ഇതേ കുറ്റം തന്നെ ആവർത്തിച്ച് കഴിയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ഇതിൽ പറയുന്നത്. അതായത് IPC 376, 376A, 376AB, 376D, 376DA, 376DB എന്നീ കുറ്റങ്ങൾ IPC പ്രകാരം ചെയ്തു കഴിഞ്ഞവർ ശിക്ഷാകാലാവധി കഴിഞ്ഞോ പുറത്തിറങ്ങിയിട്ട് ഇതേ കുറ്റം തന്നെ ആവർത്തിക്കുന്നു. ഇതേപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്ഷൻ 64, 65, 66, 70 എന്നീ വകുപ്പുകൾ പ്രകാരം കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുകയാണ്? ഇതേ കുറ്റം തന്നെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 376E അഥവാ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 71 എന്ന് പറയുന്നത്. ഇതിങ്ങനെ കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. വധശിക്ഷ വരെ ലഭിക്കാം. ഇതൊരു ജാമ്യമില്ലാത്ത വകുപ്പാണ്. അതേപോലെ ജീവപര്യന്തം കഠിന തടവുമാണ് ലഭിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ഒഫൻസസ് എഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന മേഖലയാണ്. നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിലുള്ള ഒഫൻസസ് എഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്ന മേഖലയാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഈ മേഖല നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.